വാത്തിക്കുളം ദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും രോഹിണി മഹോത്സവവും യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. ഇഷ്ടവരദായിനിയും സർവൈശ്വര്യപ്രദായിനിയുമായ വാത്തികുളങ്ങര അമ്മയുടെ പ്രതിഷ്ഠാ വാർഷികം 2024 മെയ് 10 വെള്ളിയാഴ്ച പൂർവാധികം ഭംഗിയായി യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് താലപ്പൊലി വഴിപാട്. ഈ വഴിപാടിൽ പങ്കെടുക്കുവാനായി നിരവധി ഭക്തജനങ്ങളാണ് താലപ്പൊലി എടുത്തുകൊണ്ട് 4 ദിക്കിൽ നിന്നും ദേശതാലപ്പൊലിയുമായി ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. വാത്തികുളം ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ വാർഷിക ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഇന്നത്തെ ചടങ്ങ് മൊത്തം നടത്തുന്ന യുവജന സമിതിയല്ലേ? അപ്പോൾ ഇന്നത്തെ ചടങ്ങ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഒന്ന് പറയാം. അമ്മേ ശരണം, ദേവി ശരണം, വാത്തുളങ്ങര അമ്മേ ശരണം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാത്തുളങ്ങര അമ്മയുടെ പുനഃപ്രതിഷ്ഠാ ദിവസമായ രോഹിണി നക്ഷത്രത്തിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാ വർഷവും നടത്തുന്ന വാർഷികത്തിൻ്റെ ഭാഗമായി ഉള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തുന്നതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി യുവജന സമിതി ഏറ്റെടുത്ത് അത് പൂർവാധികം ഭംഗിയായി വളരെ മനോഹരമായ രീതിയിൽ അത് നടത്താനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ അമ്പലത്തിലെ എല്ലാവിധ വഴിപാടുകളും ഭാഗവത പാരായണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി ഇന്ന് അമ്പലത്തിലേക്ക് വാത്തുളങ്ങര അമ്പലത്തിലേക്ക് ഒരു വടക്ക് സൈഡിലേക്ക് ഒരു കമാനത്തിൻ്റെ സമർപ്പണം നടന്നു. അമ്പലത്തിലേക്ക് യുവജനസഭയുടെ ആഭിമുഖ്യത്തിൽ അത് നടന്നു. അത് അമ്പലത്തിലേക്ക് സമർപ്പിച്ചു. അതുകൂടാതെ ഇന്നിപ്പം ദേശ താലപ്പൊലി എന്ന നിലയിൽ തെക്ക് കോട്ടമുറിയിൽ നിന്നും കിഴക്ക് മുട്ടത്തുമുറിയിൽ നിന്നും പടിഞ്ഞാറ് മുക്കിൽ നിന്നും വടക്ക് പുത്തങ്ങണയിൽ നിന്നും ദേശ താലപ്പൊലിയായിട്ട് സ്ത്രീകൾ താലപ്പൊലി ഏന്തി ഇവിടെ വന്ന് ഒന്നിച്ച് അത് അമ്പലത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതാണ്. അതുകൂടാതെ അമ്മയുടെ ഇഷ്ട വഴിപാടായ ആ താലപ്പൊലി അത് നടത്തുന്നു. അതുകൂടാതെ ഇന്ന് ദീപക്കാഴ്ച വളരെ മനോഹരമായ രീതിയിൽ ഈ ഗ്രൗണ്ട് മുഴുവൻ അലങ്കരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഒരു ദീപക്കാഴ്ച ഒരുക്കുന്നു.